സംസ്ഥാനത്തേക്ക് ലഹരി എത്തിക്കുന്ന പ്രധാനി വൈറ്റിലയിൽ പിടി. വൈറ്റിലയിൽ പിടിയിലായ മയക്കുമരുന്ന് വിതരണ കേസ് പ്രതി വരുൺ ദേവ് സംസ്ഥാനത്തേക്ക് രാസലഹരി എത്തിക്കുന്നതിൽ പ്രധാനിയെന്ന് എക്സൈസ്. വാഹനം തടഞ്ഞാണ് ഇയാളെ പിടികൂടിയത്. വാഹനത്തിൽ നിന്നും 232 ഗ്രാം രാസലഹരിയാണ് പിടികൂടിയത്. ലഹരി കച്ചവടക്കാർക്കിടയിൽ ബോസ് എന്നും എക്സ് എന്നുമാണ് വരുൺ ദേവിന്റെ വിളിപ്പേര്. ഓണക്കാലത്ത് ഇയാളും സംഘവും കേരളത്തിൽ 5 കോടിയുടെ ലഹരി കച്ചവടമാണ് പദ്ധതിയിട്ടത്. ഡൽഹി രാജസ്ഥാൻ അതിർത്തിയിൽ നിന്നും വാങ്ങുന്ന MDMA അടക്കമുള്ള രാസലഹരി വസ്തുക്കൾ റോഡ് മാർഗം കേരളത്തിലെത്തിക്കും. കോട്ടയം കേന്ദ്രീകരിച്ചാണ് ലഹരി മരുന്നുകൾ സംഭരിച്ചിരുന്നതെന്ന് എക്സൈസ് അധികൃതർ സൂചിപ്പിച്ചു. വിശ്വസ്തരായ ഇടനിലക്കാർ വഴി കൊച്ചിയിലെ ലഹരി വിൽപ്പനക്കാരിലേക്ക് എത്തിക്കുകയാണ് രീതി. വിൽക്കുന്നവരുമായി വരുൺ ദേവ് നേരിൽ ബന്ധപ്പെടാറില്ല. നേരിട്ട് കച്ചവടത്തിന് ഇറങ്ങാറുമില്ല. കഴിഞ്ഞ ദിവസം കലൂരിലെ ഹോട്ടലിൽ നിന്ന് 49 ഗ്രാം ലഹരിയുമായി പിടിയിലായ 2 പ്രതികളിൽ നിന്നാണ് കോട്ടയത്ത് നിന്നും ലഹരിയുമായി ഒരു സംഘം കൊച്ചിയിൽ എത്തുന്നതായി വിവരം ലഭിച്ചത്. വൈറ്റിലയിൽ വെച്ച് വാഹനം തടഞ്ഞ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് സംസ്ഥാനത്തേക്ക് ലഹരി എത്തിക്കുന്നതിൽ പ്രധാനിയാണ് വലയിലായതെന്ന് വ്യക്തമായത്. ഓണക്കാല വിൽപ്പനയ്ക്കായി 5 കിലോ MDMA കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നാണ് ചോദ്യം ചെയ്യലിൽ എക്സൈസിന് ലഭിച്ച വിവരം. 4 കോടിയുടെ ലഹരി കച്ചവടമാണ് ഒരു തവണ ഡൽഹിയിൽ നിന്നും മയക്കുമരുന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്നതിലൂടെ സംഘം നടത്തിയിരുന്നത്. ലഹരി വിൽപ്പനയ്ക്കായി പെൺകുട്ടികളെ വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ടെന്നും എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. വരുൺ ദേവിന്റെ സാമ്പത്തിക ഇടപാടുകളും അധികൃതർ പരിശോധിക്കുന്നു.